നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആളെ എവിടെയുണ്ടെന്ന് അറിഞ്ഞു. ആ ഗുഡ്. എവിടെയാ അയാള്? അല്പം ദൂരെയാ, കാലിഫോർണിയ. അപ്പോ ഹർഷൻ സ്ഥലത്തില്ല. പറന്നു ചെന്നതാണോ അത് നീ എടുത്ത് പുറത്തെറിഞ്ഞതാണോ? ഇല്ല അമ്മേ, ഞാൻ ജനലിന്റെ അടുത്ത് നിന്ന് പെൻസിലിന്റെ മൊന വെട്ടിക്കൊണ്ട് നിന്നതാ. അപ്പ കയ്യിന്ന് വീണുപോയി. അപ്പൊ അത്രയ്ക്കുണ്ട് ശ്രദ്ധ. സോറി അമ്മേ. എന്തായാലും നീ അവിടെ നിക്ക്, ഞാൻ പോയി എടുത്തിട്ട് വരാം. രാത്രിയല്ലേ. അയ്യോ വേണ്ട, അമ്മ പോണ്ട. അതെന്താ ഞാൻ പോയി എടുത്താല്? രാത്രി ആയോണ്ട് സത്യമോക്ക് പേടിയാവുന്നോർത്തല്ലേ അമ്മ വിടാത്തത്. അതെ. ഈ സത്യമോൾ ആരാന്നറിയാവോ? കളക്ടറുടെ മോളാ. എനിക്ക് ഒരു പേടിയില്ല. അമ്മ നോക്കിക്കോ, ഞാൻ ഒറ്റയ്ക്ക് പോയി എടുത്തോണ്ട് വരാം. ഓ ശരി. പപ്പി, നീ ഇവിടെ തന്നെ നിക്ക്, ഞാൻ ഇപ്പൊ വരാം. എന്തിനാ? പൈപ്പ് തുറന്നിടാൻ. അതെന്തിനാ? അതൊക്കെ ഉണ്ട്. അമ്മേ, ദേ മുറ്റത്ത് പൈപ്പ് തുറന്നു കിടക്കുന്നു. മോള് അതും കൂടി അടച്ചിട്ട് വാ. അയ്യോ, എനിക്ക് പേടിയാ. പിന്നെ നീ നേരത്തെ വലിയ വീരവത അടിച്ചല്ലോ, കളക്ടറുടെ മോളാണെന്നും പറഞ്ഞു. അതല്ല അമ്മേ, പൈപ്പിന്റെ അടുത്ത് ഇരുട്ടാ, അതാ എനിക്ക് പേടി. ശരി. പപ്പി, വേഗം വാ. വാ. രക്ഷപ്പെട്ടു. എന്നാലും പപ്പി, നിന്നെ സമ്മതിക്കണം. എന്തായി ബാഗില്? എന്റെ ഉടുപ്പാ, പൈസയുണ്ട്. എന്താനു? മാഡം, ഹർഷനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടി അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഉവ്വ്. എന്നിട്ട്? ആളെ എവിടെയുണ്ടെന്ന് അറിഞ്ഞു. ആ ഗുഡ്. എവിടെയാ അയാള്? അല്പം ദൂരെയാ, കാലിഫോർണിയ. അപ്പോ ഹർഷൻ സ്ഥലത്തില്ല. ഇതെങ്ങനെ അറിഞ്ഞു? കൂട്ട ജില്ലാ കളക്ടറിന്റെ ഒപ്പമല്ലേ മാഡം? അപ്പൊ പിന്നെ വഴികൾക്ക് പഞ്ഞുണ്ടോ? അതുകൊണ്ടാ ആ ജോലി കൃത്യമായിട്ട് അനുവിനെ തന്നെ ഏൽപ്പിച്ചത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ പറയുന്ന ഹർഷൻ ഒരു മുങ്ങൽ വിദഗ്ധൻ തന്നെയാ. വൈ? നമ്മളെ ഏർപ്പാടാക്കിയ ആള് തപ്പിപ്പിടിച്ച് അവിടെ എത്തുമ്പോഴേക്കും ആൾ അവിടുന്ന് മുങ്ങിയെന്ന് അറിയാൻ കഴിഞ്ഞത്. അഴിക്കും തോറും കുരുക്ക് മുറുകുകയാണല്ലോ. എന്തായാലും നമ്മളെ ഏർപ്പാടാക്കിയ ആള് പണി മതിയാക്കിയിട്ടില്ല. അന്വേഷണം കാര്യമായിട്ട് നടത്തുന്നുണ്ട്. എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള സൂചന കിട്ടിയ ആ സമയം തന്നെ എന്നെ അറിയിക്കുകയും ചെയ്യും. ഒരു കാര്യം എനിക്കിപ്പം മനസ്സിലായി.
ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പണം മാത്രം പോരാ, ഭാഗ്യവും വേണം. ആ ഭാഗ്യം ഇപ്പോ കാർത്തികയുടെ പക്ഷത്താ. ഇല്ലെങ്കിൽ എവിടെയോ കിടന്നവള് സത്യമ്മയുടെ പെറ്റായി മാറില്ലല്ലോ. മാഡം, ഇതൊന്നും കണ്ട് നമ്മുടെ ലക്ഷ്യം മറക്കുന്നില്ലല്ലോ. നമ്മൾ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഒരു വഴി തെളിഞ്ഞു വരും മാഡം. അതെ, ആ ആത്മവിശ്വാസം ഒട്ടും കുറയാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ നോ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ് മാഡം. അതെ, മുറിയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. സത്യം ഇവിടെ ഒറ്റയ്ക്കാണോ കിടക്കുന്നത്? ചെലപ്പോ. പേടിയാവില്ലേ? എന്തിനാ പേടിക്കുന്നേ? ഇത് എന്റെ വീടല്ലേ. ഞാൻ ഒറ്റയ്ക്ക് കിടന്നൊക്കെ ശീലിച്ചിട്ടുണ്ട്, ഒരു പേടിയില്ല. പപ്പി ആദ്യമായിട്ടായിരിക്കുമല്ലേ അമ്മയെ വീട്ടിൽ നിൽക്കുന്നത്, അതുകൊണ്ട് സങ്കടം ഉണ്ടല്ലേ? സങ്കടമൊക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു കാര്യത്തിനായോണ്ട് ഞാൻ പിടിച്ചു നിൽക്കുക. ഇനി കാണുമ്പോ അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവും. പിന്നെ പപ്പി, നാളെ പകലൊന്നും ആ ജനലിന്റെ ഭാഗത്ത് വന്ന് നിന്നേക്കരുതേ. ഇനിയിപ്പോ ഈ കള്ളം കാണിക്കണോണ്ട് പിടിച്ചിരിക്കാൻ എന്തൊക്കെ പറയേണ്ടി വരുവോ ആവോ. നാളെ നമുക്ക് ജനലും വാതിലും ഒക്കെ അടച്ചിടാം. എന്തെങ്കിലും കഴിക്കാനൊക്കെ സത്യപോ എടുത്തോണ്ട് വന്നാ പോരെ? പക്ഷേ എപ്പോഴും ഈ മുറിക്കകത്ത് തന്നെ ഇരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാ സത്യം എന്ത് പറയും? അത് പറയാലോ, ഹോംവർക്കിന്റെ കാര്യം പറയാം. പിന്നെ ഒറ്റയ്ക്കിരുന്ന് പഠിച്ചാ പെട്ടെന്ന് മനസ്സിലാവൂന്നും പറയാം. കള്ളം പറയല്ലേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞൊപ്പിക്കാൻ പോകുന്നതെല്ലാം മുഴുവൻ കള്ളവാ. അത് പിന്നെ എന്റെ ബിഗ് ഫ്രണ്ടിന്റെ കാര്യത്തിനല്ലേ. ഇഷ്ടക്കൂടുതലുള്ളവരുടെ കാര്യത്തിന് വേണ്ടി 1-2 കള്ളങ്ങൾ പറഞ്ഞാലൊന്നും കുഴപ്പമില്ല പപ്പി. സത്യക്ക് ബിഗ് ഫ്രണ്ടിന് അത്രയ്ക്ക് ഇഷ്ടാ. ഞാൻ എന്റെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ, പക്ഷെ സ്വപ്നത്തിൽ വരുന്ന എന്റെ അച്ഛന് ബിഗ് ഫ്രണ്ടിന്റെ ചായയാ പപ്പി. ചേച്ചിയമ്മയെ വിഷമിപ്പിക്കാതെ പപ്പിമോള് ചേച്ചിയമ്മയ്ക്ക് വാക്ക് തരണം. ചേച്ചിയമ്മ പറയാതെ സത്യയുടെ ഈ വിവരം പറയില്ലെന്ന്. ചേച്ചിയമ്മയുടെ പൊന്നുമോളല്ലേ സത്യം ചെയ്തതാ. ശരി, സമ്മതിച്ചു. സത്യയുടെ സങ്കടം കാണുമ്പോ എല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് തോന്നുക. പക്ഷെ ചേച്ചിയമ്മയുടെ കയ്യെ പിടിച്ച് സത്യം ചെയ്തു പോയില്ലേ. സോറി സത്യ, ഇന്നല്ലെങ്കിൽ നാളെ നീ അതറിയും. എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? കല്യാണം മുടക്കാൻ കാരണം നമ്മളാണെന്നറിയുമ്പോ വിഷ്ണുച്ചന് ഒരുപാട് സന്തോഷാവല്ലേ? അതെ, നമ്മളെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരും. പപ്പിമോളെ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.